ഇന്നത്തെ വീഡിയോ ഇഞ്ചിക്ക് ജൈവവളം ചേർത്ത് കൊടുക്കുന്നതാണ്. ഞങ്ങൾ ആ ഇഞ്ചി നട്ടിട്ട് വളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നടുന്ന സമയത്ത് കുറച്ച് ഉണക്കലിലയും കുറച്ച് പച്ചിലയും ഇട്ട് കൊടുത്തതായിരുന്നു. പിന്നെ മഴയായത് കാരണം വളം ചേർത്ത് കൊടുത്തില്ല. വളർച്ചയൊക്കെ ഉണ്ട്, നടാൻ കുറച്ച് വൈകിയതല്ലേ, ആ കണക്കിന് വളർച്ചയെല്ലാം ഉണ്ട്. ഇഞ്ചി നന്നായി വളർന്ന് കിട്ടാൻ കടലപ്പിണ്ണാക്ക് കുതിർത്ത് പുളിപ്പിച്ച് ഒഴിച്ചാൽ ചാണകവെള്ളത്തിനെക്കാട്ടും ചാണകവെള്ളം വളരെ നല്ലതാണ്. പുളിപ്പിച്ചാൽ അതേ ഗുണം ചെയ്യും. കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒരേ അളവിൽ ചേർക്കുക. എന്നിട്ട് കുതിർത്ത് 2-3 ദിവസം വെച്ച് പുളിപ്പിച്ച് തടത്തിൽ നന്നായി ഒഴിക്കുക. പച്ചില കിട്ടുമെങ്കിൽ പച്ചില ഇട്ടിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ അത് മാത്രം ഒഴിച്ചു കൊടുത്താലും നല്ല വളർച്ച കിട്ടും. ഞാനിവിടെ ചെയ്യുന്നത് അതേ രീതിയിലല്ല. ഞങ്ങൾ ഇഞ്ചിക്ക് വേപ്പിൻ പിണ്ണാക്ക് വിതറി കൊടുക്കുന്നുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിച്ചാലാണ് കുറച്ചും കൂടി നല്ലത്. മഴക്കലിഞ്ഞോളൂ. മണ്ണര കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. രാസവളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മതി, അതിനെക്കൊണ്ട് മതി. അവിടെ നല്ല വളക്കൂറുണ്ട്, ഈർച്ചപ്പൊടീൻ്റെ എല്ലാം പണ്ടത്തെ. ഇനി ഞങ്ങൾ ഇതിൻ്റെ മേലെ കുറച്ച് ഉണക്കലില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചില ആയാലും മതി. ഉണക്കലിലയും പച്ചിലയൊന്നും കിട്ടാനില്ലാത്തവർ ഈ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കുറച്ച് കൂടുതൽ ചേർക്കുക, അല്ലെങ്കിൽ ജൈവവളവും വേപ്പിൻ പിണ്ണാക്കും ചേർക്കുക. എന്നാണ് നമുക്ക് കിട്ടാൻ എളുപ്പത്തിൽ സാധ്യതയുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഈ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ വളരെ നല്ലതാണ്. കീടങ്ങളുടെ ആക്രമണം, ഈ ഇഞ്ചിക്ക് പുഴു വന്നിട്ടാണ് അധികവും നശിച്ചു പോലെ, അത് കുറയും. വേപ്പിൻ പിണ്ണാക്കും വേപ്പിലയെല്ലാം ഇട്ട് കൊടുത്താൽ ഓരോ തണ്ട് സാരമില്ല. ഞങ്ങളിവിടെ ഉണക്കലില കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോല കത്തിയാലും കൂട്ടി വെച്ചതാണല്ലോ, കുറേശ്ശം പൊടിഞ്ഞ് വളമായി വരുന്നുണ്ട്.
കുറച്ച് ശീമക്കൊന്ന കിട്ടീന്, അത് 4 അരുവിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തടത്തിൽ മണ്ണ് ചേർത്ത് കൊടുക്കണം. ഇനി നിരത്തിയും മണ്ണ് ചേർത്ത് കൊടുക്കണം. മണ്ണ് കിളക്കാൻ കുറച്ച് വിഷമമുള്ളതുകൊണ്ട് വേറെ മണ്ണിടാൻ കൊണ്ടുവച്ചതുണ്ട്, അത് കൊണ്ട് ചേർത്ത് കൊടുക്കലാന്നിനി. ഇനി ചേന പൊരിച്ച കുഴിയായത് കണ്ട, വലിയ ചേനയായിരുന്നു. ഇതും ചേന പൊരിച്ച കുഴിയാണ്. ഇതെല്ലാം ചേന ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാം ചേന. വേറൊരു ചേന. വേറെ 2 ഇടാം. ഒരു 75-80 മരട് ചേന കണ്ട. ഇതൊക്കെ ചേമ്പായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊന്ന് വരിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിനെന്നറിയില്ല. ഇവിടെ നിന്ന് വരിച്ചു. ഇന്നലെ വാഴയൊക്കെ കൊത്തി. ഇവിടെയൊക്കെ ടില്ലർ പൂട്ടിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? കണ്ടോ? വേറെ ഇവിടെയെല്ലാം ചേന, നല്ല ചേന ഉണ്ടായിരുന്നു. കൈതേൻ്റെ അടുത്ത് 2 ചേന ഉണ്ടായിരുന്നു, വണ്ണമുള്ള. ഇവിടെ നിന്നൊരു ചേന വരിച്ചു. ഇവിടെ നിന്ന് തന്നെ കിളച്ചിടാനുണ്ടെങ്കിൽ എളുപ്പത്തിലാവും. ഇവിടെ മണ്ണ് കുറവാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഇതെൻ്റെ ചാക്കിലെ ഇഞ്ചിയാണ്. ഇതാ ദശപുഷ്പങ്ങളിലൊന്നായ പൂവാൻ കുരുന്നലാണ്ട്. നമ്മുടെ ഇഞ്ചിക്ക് വളവും ചേർത്തു, മണ്ണും എല്ലാം ചേർത്ത് കൊടുത്തു. 1-ാം ഘട്ട വളപ്രയോഗം പൂർത്തിയായി. ഈ വീഡിയോ കുറച്ചാക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി.